എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടിയുടെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ചമ്മന്തിപ്പൊടി വിദേശത്തേക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റിയൊരു ചമ്മന്തിപ്പൊടിയാണ്. എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ ഇരിക്കും. നമ്മളിതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുണ്ടാക്കിയാൽ എത്ര നാൾ വേണമെങ്കിലും ഇത് കേടാകാതെ ഇരിക്കും. അപ്പോൾ നമ്മളിവിടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഉണങ്ങിയ തേങ്ങയാണ് ചമ്മന്തിപ്പൊടിക്ക് എപ്പോഴും നല്ലത്. ഒരേപോലെ ഒന്ന് തിരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ 150 ഗ്രാം ചെറിയ ഉള്ളി, 1 കുടം വെളുത്തുള്ളി, പിന്നെ 1 കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ പൊടിയായിട്ട് ഒരേപോലെ അരിഞ്ഞെടുക്കണം. ഒരേ തിക്നെസ്സിൽ വേണം നമ്മളിത് അരിഞ്ഞെടുക്കാനായിട്ട്. ഒരു ചീനിച്ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചിരകിയതും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കണം. വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഒരുപാട് അങ്ങ് ബ്രൗൺ നിറം ആകുന്നവരെ വറക്കരുത്. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം ഒക്കെ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അതുപോലെ നമ്മളിത് വറക്കുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കരുത്. വെളിച്ചെണ്ണ ഒന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ട് വേണം ഇത് വറുത്ത് എടുക്കാനായിട്ട്. അപ്പം തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം ഇതാണ് കറക്റ്റ് പരുവം. കൂടുതൽ ബ്രൗൺ ആക്കിയാൽ പെട്ടെന്ന് ചമ്മന്തിപ്പൊടി കേടായിപ്പോവും. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഈ മുളക് പൊടി നമുക്ക് ഒന്ന് പച്ചമണം മാറ്റിയെടുക്കണം. എണ്ണയൊന്നും ചേർക്കാതെ തന്നെ ചെറുതീയിലിട്ടൊന്ന് പച്ചമണം മാറ്റിയെടുക്കാം. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്കൊരു 3 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ചമ്മന്തിപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. പിന്നെ ഇതിലേക്കൊരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പിഴുപുളി, അതായത് വാളൻ പുളി എടുത്തിട്ടുണ്ട്. ആ വാളൻ പുളിയും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ മുളക് പൊടിയുടെ ഒപ്പം തന്നെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഒട്ടും തന്നെ വെള്ളമയം പാടില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിലൊന്നും പുളിയിലായാലും അതുപോലെ തന്നെ നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം അത് എടുക്കാനായിട്ട്. ഇനി നമ്മളിതിൽ ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഉണക്കക്കൊഞ്ച് അഥവാ ഉണക്കച്ചെമ്മീൻ. അപ്പോൾ ഇത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനാണ്. ഇതൊരു 4 ടേബിൾ സ്പൂണാണ് നമ്മൾ 3 തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത്. ഈ ഉണക്കക്കൊഞ്ച് നമ്മളിതിൽ ചേർക്കുമ്പോൾ ഈ ചമ്മന്തിപ്പൊടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ ഉണക്കക്കൊഞ്ച് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ മുളക് പൊടിയും പുളിയും ഉപ്പും കൂടെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്നതും കൂടി ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മളിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടിച്ചത് നമുക്ക് ആ പാനിലേക്ക് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തേങ്ങ കുറേശ്ശെയായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് അരച്ച് എടുക്കരുത്, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയേ ചെയ്യാവുള്ളൂ. ഇനി ചമ്മന്തിപ്പൊടി നമുക്കൊരു പാത്രത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം പുളിയും മുളകും ഉണക്കക്കൊഞ്ചും പൊടിച്ചത് ചേർത്തു. പിന്നെ നമ്മൾ തേങ്ങ പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായം കൂടി ചേർക്കുന്നുണ്ട്. കായം ചേർക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ചമ്മന്തിപ്പൊടിക്ക് കിട്ടുന്നത്. അങ്ങനെ തേങ്ങ മുഴുവനായിട്ടും 2-3 തവണകളായിട്ട് നമ്മളിതിലേക്ക് പൊടിച്ചിട്ട് ചേർക്കുക. അപ്പോൾ എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമ്മൾ പുട്ടൊക്കെ നനയ്ക്കുന്ന പോലെ തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കയ്യിൽ ഒട്ടും തന്നെ വെള്ളമയം പാടില്ല. വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കേടായിപ്പോവും. അതുപോലെ നമ്മൾ ഈ എടുത്തിരിക്കുന്ന പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളമയം കാണാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ വേണത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ്. ഉണക്കക്കൊഞ്ചും കൂടെ ചേർത്തിരിക്കുന്ന കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതെൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ വിദേശത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും കൊടുത്തുവിടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ തേങ്ങ വറുത്തിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് മൂപ്പിച്ച് കഴിഞ്ഞാൽ എണ്ണ അതിൽ നിന്ന് വാലാൻ തുടങ്ങും. അപ്പോൾ അത് പെട്ടെന്ന് കേടായിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ആ പരുവത്തിൽ വറുത്തെടുത്തിരിക്കുന്നത്. ഇനി ഫ്രഷ് തേങ്ങ നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ ഇത് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്